Hi everyone. വുമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ അടുത്ത പ്രൊവിഷനിലേക്ക് പോവുകയാണ്. അതിൽ സെക്ഷൻ 74 ഇതാണ് പറയുന്നത്, ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് അഗെയിൻസ്റ്റ് വുമൺ എന്നുള്ള. ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് അഗെയിൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകരമായ ബലപ്രയോഗവും അല്ലെങ്കിൽ എന്താണ് ക്രിമിനൽ ഫോഴ്സോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ശാരീരിക ഉപദ്രവവുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഒരു സ്ത്രീക്ക് നേരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്, ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമായ എന്താണ് ക്രിമിനൽ ഫോഴ്സ്. ക്രിമിനൽ ഫോഴ്സ്, എല്ലാ ഫോഴ്സുകളും ക്രിമിനൽ ഫോഴ്സ് ആകില്ല. ഇപ്പം ഞാൻ ഒരാളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഫോഴ്സ് എന്ന് നമ്മൾ പഠിക്കുന്ന കൊച്ചു ക്ലാസ്സുകളിൽ ഫിസിക്സിൽ പഠിക്കുന്ന ഫോഴ്സ് തന്നെയാണ്. ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചലിക്കുന്ന ഒരു വസ്തുവിനെ നിർത്താനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതിനെ ചലിപ്പിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന ബലം തന്നെയാണ് ഫോഴ്സ്. അപ്പം ഇവിടെ ക്രിമിനൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകരമായ ഉദ്ദേശത്തോടുകൂടി, ഇൻറ്റൻഷനോടുകൂടി വേറൊരാൾക്ക്, മറ്റൊരാൾക്ക് ഒരു ക്ഷതി ഉണ്ടാകണം, ഇഞ്ചുറി ഉണ്ടാകണം, തള്ളിയിട്ട് അവൻ്റെ തല പൊട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുത്തനെ നമ്മൾ തള്ളിയാൽ അത് ക്രിമിനൽ ഫോഴ്സ് ആണ്. സോ ആ തരത്തിൽ ഒരു സ്ത്രീക്ക് നേരെ എന്താണ് കുറ്റകരമായ ബലപ്രയോഗമോ ശാരീരികമായിട്ട് ഉപദ്രവമോ അസാൾട്ടുകളോ നടത്തി കഴിഞ്ഞാൽ, ഈ അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിത്ത് ഇൻറ്റൻഷൻ, അതായത് ഈ തരത്തിൽ ഒരു സ്ത്രീക്ക് നേരെ കയ്യേറ്റമോ ഒരു ബലപ്രയോഗമോ നടത്തി കഴിഞ്ഞാൽ അത് അവരുടെ ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി എന്നുള്ളതാണ്. ആ പറയുന്ന സ്ത്രീയെ എങ്ങനെയാണ് മാനഭംഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് എന്താണ് ഒരു സൊസൈറ്റിയിൽ മറ്റുള്ളവർ കാണുമ്പോൾ അയ്യോ ഒരു മോശമാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ അവരിലൊരു എന്താണ് ആ തരത്തിൽ അവർക്കൊരു ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്നതാണ് ഈ ഔട്ട്റേജ് ദ മോഡസ്റ്റി എന്ന് പറയുന്നത്. ആ തരത്തിൽ അപ്പോൾ ഒരു സ്ത്രീയോട് കാണിക്കുന്നത് എന്താണ്, ക്രിമിനൽ ഫോഴ്സോ അസാൾട്ടോ കമ്മിറ്റ് ചെയ്യുന്നത് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കൃത്യം ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദ വുമൺ, ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം അതായത് വെറുതെ അവരെ എന്ത് ചെയ്യണം. ഇപ്പോൾ പ്രദീപൂവൻ കോഴി എന്ന് പറയുന്ന സിനിമയാണ്. മഞ്ജു വാര്യർ ഒരു ടെക്സ്റ്റൈൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിട്ടും ആ ബസ്സിലെന്തോ കയറുമ്പോൾ ഒരാള് പുറകിൽ വന്ന് മഞ്ജു വാര്യർ ബാക്കിൽ പിടിക്കുന്നതായിട്ട്. അപ്പം നമ്മൾക്ക് തോന്നും അത് ശരിക്കും പറഞ്ഞാൽ അതൊന്നും വേറൊന്നും ചെയ്തില്ലല്ലോ, അത്രയുമല്ലേ ചെയ്തുള്ളൂ, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ആണ്. അപ്പൊ അതില് ഈ പറയുന്നത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ആണ്. അപ്പോൾ അത് ആ പറയുന്നത് എങ്ങനെ ഫീല് ചെയ്യും, മോഡസ്റ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, നമ്മളുടെ മാനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അത് ഫീല് ചെയ്യുന്നത്. സോ ആ ഉദ്ദേശത്തോ നമ്മൾ നോക്കുമ്പോൾ അവിടെ മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് അതേ ഇൻറ്റൻഷനോട് കൂടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് ഒന്നിൽ കുറയാത്തതും 5 വരെ പോകാവുന്നതും പ്ലസ് എന്തും കൂടി കാണും, ഫൈൻ കൂടി കാണാവുന്നതാണ്. അതാണ് 74 പറയുന്നത്. അടുത്തതാണ് സെക്ഷലി ഹരാസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 75 പറയുന്നത്. എന്ത് ചെയ്യാണ്, ഹരാസ് ചെയ്യുന്നു അവരെ മാനസികമായിട്ട് ഈ പറയുന്ന എന്ത് രീതിയിലാണ് അവർ സെക്ഷലി അവരോട് മോശമായി പെരുമാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും സെക്ഷൽ ഹരാസ്മെന്റ് നടത്തുന്നത് മാനാണ്. എനി ഓഫ് ദ ഫോളോയിങ് ആക്ടുകൾ എന്ന് പറയുമ്പോൾ സെക്ഷൽ ഹരാസ്മെന്റുകൾ ചെയ്യുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയാണ്. ആൻഡ് അഡ്വാൻസസ് അതായത് അൺവെൽക്കമിങ് എക്സ്പ്ലിസിറ്റ് സെക്ഷൽ ഒവർട്ടേഴ്സ് ആണ്. അതായത് സെക്ഷൽ ഫിസിക്കൽ കോണ്ടാക്റ്റുകളാണ്. വെറുതെ അവിടെ നിൽക്കുമ്പോൾ ഒരു മാനാണ് ശരീരത്തിൽ തട്ടുക, മുട്ടുക, അതല്ലെങ്കിൽ ചുമ്മാ ഒന്ന് തടവുക, ഈ പറയുന്ന രീതിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അൺവെൽക്കമിങ് ആയിട്ടുള്ള എന്ത് ചെയ്യാണ്, സെക്ഷൽ ഒവർട്ടേഴ്സ് കാണിക്കുക, അവരോട് സെക്ഷൽ ഫേവറുകൾ ആവശ്യപ്പെടുക, ഈ പറയുന്ന ഡിമാൻഡ് ചെയ്യുക, ആ പുരുഷന് അനുകൂലമായിട്ട് അയാൾക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ സെക്ഷൽ ഫേവറുകൾ ആവശ്യപ്പെടുക. അത് മാത്രമല്ല ഈ ലേഡിയെ കാണിച്ചു കൊടുക്കുക, പോർണോഗ്രാഫികൾ കാണിച്ചു കൊടുക്കുക, മോശം വീഡിയോകളായിട്ടൊക്കെ ഉള്ളത് കാണിച്ചു കൊടുക്കുക. അത് ആ സ്ത്രീക്ക് എഗെയിൻസ്റ്റ് ആണ്, അവരുടെ ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആണ്, ഇഷ്ടമില്ല അതെയും കാണിച്ചു കൊടുക്കുക. അത് മാത്രമല്ല സെക്ഷലി കളേർഡ് റിമാർക്കുകളൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മോശമാകുന്ന രീതിയിൽ സെക്ഷലായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ കാണിക്കുക.
ഇതെല്ലാം സെക്ഷൽ ഹരാസ്മെന്റിനകത്ത് വരുന്നത്. അപ്പൊ ഈ സെക്ഷൽ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. സോ ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റുകൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എനി മാൻ ഇതിൽ 1, 2, 3 എന്ന് പറയുന്നത് എന്താണ്? പണിഷ്മെന്റ് എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്. എത്ര വർഷം വരെ പോകാം? 3 വർഷം വരെ പോകാവുന്നതാണ്, അല്ലെങ്കിൽ ഫൈനോ ചേർത്ത് പോകാവുന്നതാണ്. അപ്പൊ എന്താണ്? ഫിസിക്കൽ കോണ്ടാക്റ്റുകൾ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലേഡിയോട് എന്താവശ്യപ്പെടുക? സെക്ഷൽ ഫേവറുകൾ ആവശ്യപ്പെടുക, അതല്ലെങ്കിൽ ഇവരെ പോർണോഗ്രാഫി കാണിച്ചു കൊടുക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ പറയുന്നത് പണിഷ്മെന്റ് റിഗ്രസ് ഇംപ്രിസൺമെന്റ് ആണ്, 3 വർഷം വരെ പോകാം, അതല്ലെങ്കിൽ ഫൈൻ ആണ്. അപ്പൊ എന്താണ്? റിഗ്രസ് ഇംപ്രിസൺമെന്റ് 3 വർഷമോ ഓർ എന്താണ്? ഓർ വിത്ത് ഫൈനോ. ഈ ഓറിട്ട് വരുന്നത് ഇതല്ലെങ്കിൽ അതെന്നേ ഉള്ളൂ, ഓർ വിത്ത് ബോത്ത്. അതല്ലെങ്കിൽ ഫൈനും തരാം, ഇംപ്രിസൺമെന്റും കൂടി വരാം. അപ്പൊ ഈ കേസിനകത്ത് ഒന്നുകിൽ 3 വർഷം കൂടെ കൊടുക്കണം, ശിക്ഷ ഒഴിവാക്കുകയാണെങ്കിൽ ഫൈൻ ഇമ്പോസ് ചെയ്ത് കൊടുക്കണം. ഇനി ശിക്ഷയും ഫൈനും കൂടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതാണ് ഇതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്നാൽ ഇതിന്റെ മൂന്നാമതൊരു പ്രൊവിഷൻ കിടപ്പുണ്ട്. മൂന്നാമത് പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്ഷൽ ഹരാസ്മെന്റ്, സെക്ഷലി കളേർഡ് റിമാർക്കുകൾ കാണിക്കുക, ജസ്റ്ററുകൾ കാണിക്കുക എന്ന് പറയും. അതിന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ആണ്. 1 ഇയർ ഓർ എന്താണ്? ഓർ ഫൈൻ ആണ്. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സെക്ഷൽ ഹരാസ്മെന്റിനകത്ത് നമ്മൾ ആദ്യം കണ്ട 1 മുതൽ 3 വരെ പറയുന്ന പ്രൊവിഷൻസിന് എന്തൊക്കെയാണ്? 1 തൊട്ട് 3 വരെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്റ്റുകൾ നടത്തുക, ഈ സെക്ഷൽ ഫേവറുകൾ ആവശ്യപ്പെടുക, അതല്ലെങ്കിൽ പോർണോഗ്രാഫി കാണിച്ചു കൊടുക്കുന്നതിനാണ് അതാണ് 3 വർഷമോ അതല്ലെങ്കിൽ ഫൈനോ, രണ്ടും കൂടെ. ലാസ്റ്റ് സെക്ഷലി കളേർഡ് റിമാർക്കുകളൊക്കെ കാണിക്കുന്നതിനാണ് എന്താണ്? 1 വർഷമോ അതല്ലെങ്കിൽ ഫൈനോ അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ നൽകുന്നത്. ഇനി അസാൾട്ട് അല്ലെങ്കിൽ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ആണ്. ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവരോട് അസാൾട്ട് കാണിക്കുകയോ അതല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വിവസ്ത്രയാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 76 അനുസരിച്ച് എന്താണ്? 3-ൽ കുറയാത്തതും എന്നാൽ 7 വരെ പോകുന്നതും പ്ലസ് ഫൈനുമാണ്. അപ്പൊ എത്രയാണ്? 3-ൽ കുറയാത്തത്, 7 വരെ പോകാവുന്നത്, ഇത് രണ്ടും കൂടെ പ്ലസ് എന്താണ്? ഫൈനും കൂടെ ചേർത്ത്. അപ്പൊ ഡിസ്റോബ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ, വിവസ്ത്രയാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ക്രിമിനൽ ഫോഴ്സ് ചെയ്യുന്നത് എങ്കിൽ ഇതാണ് അതിന്റെ പണിഷ്മെന്റ് 76-ൽ. അടുത്താണ് വൊയേറിസം എന്ന് വിളിക്കുന്നത്. അടുത്തൊരു ഒഫൻസ് ആണ് വൊയേറിസം. വൊയേറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവർക്ക് അങ്ങേയറ്റം സുരക്ഷിതയാണ്, അവരെ മറ്റാരും ശ്രദ്ധിക്കുന്നില്ല, ഇപ്പൊ സ്വന്തം വീട്ടിൽ അങ്ങേയറ്റം സുരക്ഷിതയാണ്, റൂം അടച്ചിരിക്കുന്ന, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് അവര് എന്താണ്? പ്രൈവറ്റ് ആക്ടിവിറ്റികളിൽ ഏർപ്പെടും. ഇപ്പൊ ഡ്രസ്സ് മാറാം, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ്? കുളിക്കാൻ പോകാം. ഇപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും മറ്റേ എന്താണ് ആൾക്കാർ ഒളിഞ്ഞു നോക്കുന്നു. ഈ ഒളിഞ്ഞു നോക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്ന സമയത്ത് എന്താണ്? പെർപെട്രേറ്റർമാര്, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? എനി അതർ പേഴ്സൺ എന്താണ്? ഈ ആൾക്കാരത് ഒളിഞ്ഞു നിൽക്കുകയും അത് വാച്ച് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആരും എന്താണ്? ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, കാണില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ആ ഒരു സ്ത്രീ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത് എന്താണ്? അത് ഒളിഞ്ഞു നോക്കുകയാണ്. അങ്ങനെയൊക്കെ ഒളിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് ആണ് പറയുന്നത്. എന്ത് ചെയ്യുകയാണ്? എന്താണ്? 1 ഇയറിൽ കുറയാത്തതും 3 വർഷം വരെ പോകാവുന്നതാണ്. 1 തൊട്ട് 3 വരെയാണ്, 1-ൽ കുറയില്ല, എന്നാൽ അത് 3 വർഷം വരെയും കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഒളിഞ്ഞു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഒളിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്താണ്? അത് ആരും അറിയാതെ പോകുമെന്ന് വെച്ചു. പക്ഷെ ഒളിഞ്ഞു നോക്കുകയും എന്താണ്? ഫോട്ടോസൊക്കെ പകർത്തി, ഇമേജുകളൊക്കെ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയും. ഇനി അത് മാത്രമല്ല, പണിഷ്മെന്റ് ഉണ്ട്, ഫൈനും കൂടി ഇതിന്റെ കൂടെ വരുന്നതാണ്. ഇപ്പൊ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഒരുത്തനെ പിടിച്ചു, ആ പിടിച്ചവൻ ഇതേപോലെ പണിഷ്മെന്റും കൊടുത്തു. എന്നാൽ ഇവൻ ഇത് തന്നെ ജോലി എന്താണ്? വീണ്ടും സെക്കൻഡ് സബ്സിക്വന്റ് ആയിട്ട് കൺവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് 3-ൽ കുറയാത്തതും 7 വരെ പോകുന്നതും പ്ലസ് എന്തും കൂടി ആകാം, ഫൈനും കൂടി ആകാം. ആദ്യത്തെ തവണയാണെന്നുണ്ടെങ്കിൽ 1 തൊട്ട് 3 വരെയും പ്ലസ് ഫൈനുമാണ്. ഇതും കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഇവൻ ഇത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ 3-ൽ കുറയാത്തതും 7 വരെ പോകുന്നതും എന്തും കൂടി ചേർത്ത് കൊടുക്കണം, പിഴത്തുകയും ചേർത്ത് കൊടുക്കണം. അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതേപോലെ ഈ പറയുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുക, അത് എന്താണ് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുക എന്നെല്ലാം വരുന്നത് എന്താണ്, ഇതിനകത്ത് പറയുന്ന പണിഷ്മെന്റ് ആണ്. ഡിസിമിനേറ്റ് ചെയ്യുക എന്ന് പറയാണ്, പ്രചരിപ്പിക്കുക ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഉദ്ദേശത്തോടു കൂടി ആണെങ്കിലും കാണിച്ചു കൊടുത്താലും ഇതിന്റെ ആ പറയുന്നതിന്റെ പരിധിയിൽ വരുന്നതാണ്. അടുത്തതാണ് എന്താണ്, പൂവാല ശല്യം, സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. പിറകെ നടക്കുക, പിന്തുടരുക. ഈ പിറകെ നടക്കുക, പിന്തുടരുക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, സ്റ്റോക്കിംഗ്, വയേറിസം എന്നൊക്കെ പറയുന്നത് എന്തുകൂടിയാണ്, അതിൽ ഇപ്പൊ നമ്മൾ കണ്ടുന്ന BNS ഒഫൻസും കൂടിയാണ്. അതേപോലെ തന്നെ എന്താണ് ഈ സൈബർ ലോയിൽ പറയുന്ന ഒഫൻസുകൾ കൂടിയാണ്. ഏതെങ്കിലും ഒരു മാൻ, ഇവിടെയും സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് ആരാണ് കമ്മിറ്റ് ചെയ്യുന്നത്, അത് കമ്മിറ്റ് ചെയ്യുന്നത് മാൻ ആണ്. ഒരു മാൻ ഹു ഫോളോസ് എ വുമൺ ആൻഡ് കോണ്ടാക്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമില്ലാതെ അവരുടെ പിറകെ നടക്കുന്നതും അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ആ സ്ത്രീ അവരുടെ വ്യക്തമായിട്ടുള്ള ഇന്റൻഷൻ പറയുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇവരുടെ പുറകെ നടക്കുകയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവരെ എന്താണ് ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലും ഒക്കെ പല രീതിയിൽ പല പേരുകളിൽ എന്താണ് പല ഫേക്ക് ഐഡികളിൽ നിന്ന് ഇവരെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു, റിക്വസ്റ്റുകൾ കൊടുക്കുന്നു. അപ്പൊ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വഴി എന്താണ് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ രീതിയിലല്ല, അപ്പം ഫിസിക്കലായിട്ട് മാത്രമല്ല സ്റ്റോക്കിംഗ് നടക്കുന്നത്, എവിടെയും ഉണ്ട്, ഈ സൈബർ സ്പേസിലും അത് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമില്ലാതെ ഒരാൾ നമ്മളെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇതേ രീതിയിൽ എന്താണ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, ഒരിടത്തു നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് അടുത്തടുത്ത് വരിക, അതല്ലെങ്കിൽ ഇഷ്ടമില്ലാഞ്ഞിട്ടും പുറകെ പിന്തുടർന്ന് നടക്കുക, ഇതെല്ലാം എന്തിന്റെ പരിധിയിൽ വരും, സ്റ്റോക്കിങ്ങിന്റെ പരിധിയിൽ വരും. അപ്പോ സ്റ്റോക്കിംഗ് ഇത് മാത്രമല്ല, ഇനി മനുഷ്യൻ, ഒരു മാൻ ഒരു സ്ത്രീയുടെ പുറകെ നടന്നത് എന്താണ്, ഈ പറയുന്ന സ്ത്രീ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്, ഒരു ക്രൈം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മാൻ ഒരു സ്ത്രീയുടെ പുറകെ പോകുന്നത്. ആ സ്ത്രീ, ആ ലേഡി എന്തോ ഒരു കള്ളത്തരം ഒളിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കള്ളത്തരം അല്ലെങ്കിൽ ആ ക്രൈം എന്ന് പറയുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറകെ പോകുന്നത്. അത് മാത്രമല്ല, ഒരു പോലീസുകാരനാണെന്ന് വിചാരിക്കുക, അതായത് പ്രിവെൻഷൻ ആൻഡ് ഡിറ്റൻഷൻ ഓഫ് ക്രൈം ബൈ സ്റ്റേറ്റ്, ക്രൈം പ്രിവെന്റ് ചെയ്യാനും ക്രൈം ഡിറ്റക്ട് ചെയ്യാനും നിയോഗിക്കപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറയുന്ന സ്ത്രീ എന്തോ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതല്ല എന്നുണ്ടെങ്കിൽ അവര് സസ്പെക്റ്റഡ് ആണ്, ഒരു ക്രൈമിന്റെ സസ്പെക്റ്റഡ് പേഴ്സൺ ആണ്. അപ്പൊ ഈ ലേഡിയുടെ പുറകിൽ പോയാൽ അതിന് നമ്മൾ എന്തെന്ന് പറയാൻ പറ്റത്തില്ല, അതിന് നമുക്ക് സ്റ്റോക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ നിയമപ്രകാരം എന്താണ് ടു കംപ്ലൈ വിത്ത് എനി കണ്ടീഷൻ ഓർ റിക്വയർമെന്റ് ഇമ്പോസ്ഡ് ബൈ എനി പേഴ്സൺ. അപ്പൊ ഇനി അത് മാത്രമല്ല, നിയമപ്രകാരം ഈ തരത്തിൽ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയോ, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസിൽ ഒരു പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസിൽ നമ്മൾക്ക് ഇനി അതൊരു പോലീസുകാരനല്ല, നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് പറയുമ്പോൾ അത് മാൻ തന്നെ വേണം പുറകെ നടക്കാനായിട്ട്. അപ്പോൾ ഒരു മാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഒരു വീട്ടിൽ കയറുന്നു, ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ പുറകെ പോവുകയാണ്, ഇവരെവിടെയൊക്കെ പോകുന്നു. അങ്ങനെ പുറകെ പോകുമ്പോൾ ആ സ്ത്രീ ഇത് സ്റ്റോക്കിംഗ് ആണെന്ന് പറഞ്ഞ് കൊണ്ട് കേസ് കൊടുത്താലും നിൽക്കത്തില്ല. കാരണം ആ ഒരു പ്രത്യേക സർക്കംസ്റ്റാൻസിൽ അയാൾക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ ഇതിനകത്ത് ഈ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പം ഒരു മാൻ ഒരു സ്ത്രീയുടെ പുറകെ എപ്പോൾ നടന്നാലും അതങ്ങ് സ്റ്റോക്കിംഗ് ആകത്തില്ല. സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഒരു ക്രൈം തടയുന്നതിലേക്ക് വേണ്ടിയിട്ട് പിറകെ നടന്നാലും, അതേപോലെ നിയമം മൂലം ഇങ്ങനെ ഈ തരത്തിൽ ഇത് നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ അത് ജസ്റ്റിഫൈ ചെയ്യുന്നപ്പെടുന്ന സാഹചര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ ഇവതിനൊന്നും എന്തായിട്ട് നമ്മൾ കണക്കാക്കില്ല, സ്റ്റോക്കിംഗ് ആയിട്ട് കണക്കാക്കില്ല. സ്റ്റോക്കിങ്ങിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരാൾ സ്റ്റോക്കിങ്ങിന് പിടിക്കപ്പെടുന്നതെങ്കിൽ അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെയാണ്. 3 years പ്ലസ് ഫൈൻ ആണ് അവിടെ പറയുന്നത്. എന്നാൽ സെക്കൻഡ് സബ്സീക്വന്റ് കൺവിക്ഷൻ, ഫസ്റ്റ് ഇവന് ആദ്യമായിട്ട് ഇത് സ്റ്റോക്കിംഗ് നടത്തി, ഇവന് പണിഷ്മെന്റ് കിട്ടി, ഇവൻ പുറത്തിറങ്ങി വീണ്ടും ഇവൻ ഇത് തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് 5 വർഷം വരെ പോകാവുന്നതും പ്ലസ് ഫൈനും കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് കൺവിക്ഷൻ എന്ന് പറയുന്നത് 3+ ഫൈൻ ആണെങ്കിൽ, സെക്കൻഡ് സബ്സീക്വന്റ് ആയിട്ട് പറയുന്ന രണ്ടാമത് പറയുന്ന തൊട്ട് പുറകെ സബ്സീക്വന്റ് ആയിട്ട് നടത്തുന്ന കൺവിക്ഷൻ എത്രയാണ് കിട്ടുന്നത്? 5 വർഷം വരെയും പ്ലസ് ഫൈനും കൂടിയാണ് കിട്ടുന്നത്. ഇനി ഏതെങ്കിലും വാക്കുകൾ
അതായത് നമ്മൾ ഒരു സ്ത്രീയെ ചീത്ത വിളിക്കുകയാണ്. ഈ വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. വേർഡ് അതല്ലെങ്കിൽ ജസ്റ്ററുകൾ കാണിക്കുന്നു, ആംഗ്യങ്ങൾ കാണിക്കുന്നു, എന്താണ് കാലും കയ്യും ഒക്കെ എടുത്ത് അംഗവിക്ഷേപങ്ങൾ കാണിക്കുന്നു. അതല്ല, ഇതൊക്കെ എന്തിനാണ്? വാക്കു പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്ന വാക്കൊക്കെ സൂക്ഷിച്ചു പറയണം എന്ന് പറയില്ലേ, മര്യാദയ്ക്ക് സംസാരിച്ചോണം എന്നൊക്കെ പറയില്ലേ. അപ്പോ ഇവിടെ ഈ വാക്ക് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ജസ്റ്ററുകൾ കാണിക്കുന്നത്, ആക്ട് കാണിക്കുന്നത് ഈ സ്ത്രീയുടെ മോഡസ്റ്റിയെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. അങ്ങേയറ്റം മോശമായ വാക്കുകൾ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുകയാണ്. അപ്പൊ വാക്കുകൾ ഉപയോഗിക്കുന്നു, അംഗവിക്ഷേപങ്ങൾ കാണിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം അവരെ മനഃപൂർവ്വം എന്ത് ചെയ്യുക, അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ വാക്ക് പറയുന്നതൊക്കെ അവർ കേൾക്കണം കേട്ടോ. അപ്പൊ ആ സച്ച് വേർഡ് ഓർ എന്താണ് സൗണ്ട് ഷാൽ ബി ഹേർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കാണണം, ആ സ്ത്രീ അത് കാണണം എന്നുള്ളതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താണ്, ഈ സ്ത്രീയുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തികളോ ചെയ്യുകയാണെങ്കിൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആണ്. 3 വർഷം വരെ കിട്ടാവുന്നത് ഫൈനും കൂടെ ചേർന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ്? ചീത്ത വിളിക്കുക, ചീത്ത എന്ന് ഞാൻ പറഞ്ഞതാണ്, വാക്കുകളാണ്. ആ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അങ്ങേയറ്റം മോശമായിട്ടുള്ള വേർഡുകളാണ് വാക്കുകൾ പറയുക. അത് മാത്രമല്ല ജസ്റ്ററുകൾ കാണിക്കുക. ഇതെല്ലാം ഉദ്ദേശം എന്താണ്? ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ആണ്, അല്ലെങ്കിൽ ഇൻസൾട്ട്, ഔട്ട്റേജിങ് അല്ല, ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് ദ വുമൺ ആണെങ്കിൽ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എത്ര വരെ പോകാവുന്നതാണ്? 3 വർഷം വരെ സിമ്പിൾ ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈന് പോകാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സെക്ഷൽ ഒഫൻസുകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അതായത് ലൈംഗികപരമായിട്ടുള്ള കുറെ കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമ്മൾ പറയുന്നത് ഒഫൻസസ് റിലേറ്റഡ് ടു മാരേജ്. ഈ സ്ത്രീകൾക്കെതിരെയുള്ള മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഒന്ന് ഡൗറി ഡെത്ത്. ഓക്കെ, അതിനകത്ത് തന്നെ ഉണ്ട്, സെക്ഷൻ 80 പറയുന്നത് ഒരു സ്ത്രീയോട് എന്ത് കാണിക്കാണ്? ഡൗറി ഡിമാൻഡ് ചെയ്യുക. അതായത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവര് എന്താണ്, ബ്രൈഡ് ബേണിംഗ് എന്നാണ് ആ സെക്ഷന് പറയുന്നത്. ബ്രൈഡ് ബേണിംഗ്, തീ വെച്ച് കൊല്ലുക. അതായത് ഒരു വുമൺ എന്ന് പറയുന്നത് എനി ബേൺസ് ഓർ ബോഡിലി ഇഞ്ചുറി, അതായത് സാധാരണ സാഹചര്യങ്ങളിലല്ല ഒരു സ്ത്രീയുടെ ശരീരത്ത് ബേണിങ്സ്, തീ പൊള്ളല്, മറ്റ് മുറിവുകൾ, ഇഞ്ചുറി വന്നിട്ടുള്ളത്. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ 7 വർഷത്തിനകത്ത് വെച്ചാണ്. ആദ്യത്തെ എന്നല്ല, ആ 7 വർഷത്തിനകത്ത് വെച്ചിട്ടാണ് ഒരു സ്ത്രീ അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തീ പൊള്ളലേറ്റോ മറ്റ് ശാരീരികമായിട്ടുള്ള മുറിവുകൾ കൊണ്ടോ മരിക്കുന്നത്, മരണകാരണമാകുന്നത് എന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവരെന്തിന് വിധേയരായിട്ടുണ്ട്? ഹരാസ്മെന്റിന്. അത് എന്താവശ്യപ്പെട്ട ദേ വെയർ സബ്ജക്റ്റഡ് ടു ക്രൂവൽറ്റി ഓർ ഹരാസ്മെന്റ് ആണ്. അതായത് ക്രൂരതയ്ക്ക് വിധേയരായിട്ടുണ്ട്, ഹരാസ്മെന്റിന് വിധേയരായിട്ടുണ്ട്. എന്ത് ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ്? ഡിമാൻഡ് ചെയ്യുന്നത് ഹസ്ബൻഡോ ഹസ്ബൻഡിന്റെ റിലേറ്റീവോ എന്താണ്, ഇൻ കണക്ഷൻ വിത്ത് ഡിമാൻഡ് ഓഫ് ഡൗറി ആണ്. അപ്പോൾ ഈ പറയുന്ന സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹസ്ബൻഡോ ഹസ്ബൻഡിന്റെ എന്താണ് വീട്ടുകാരോ ബന്ധുക്കളോ, റിലേറ്റീവ് ഓഫ് ദ ഹസ്ബൻഡ് എന്നേ പറയുന്നുള്ളൂ. അത് അച്ഛനമ്മ അങ്ങനെയല്ല, റിലേറ്റീവ്സ്, എനി പേഴ്സൺ ആകാം. ഈ ആദ്യത്തെ മരിച്ച് 7 വർഷത്തിനകത്ത് വെച്ച് തീപ്പൊള്ളലേറ്റോ അസ്വാഭാവികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മുറിവുകൾ കൊണ്ടോ ഒരു സ്ത്രീ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്ക് എന്താണ് ഈ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്രൂവൽറ്റി ഓർ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാരെല്ലാം ഇല്ലെങ്കിൽ ഇവരെല്ലാം എന്താണ് ഡീംഡ് ടു ഹാവ് കോസ്ഡ് ഹെർ ഡെത്ത് എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രിസംഷൻ ഉണ്ട്. ഈ പറയുന്ന കേസ് സെക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 80 ആണ് ഒരു മാൻ അഗെയിൻസ്റ്റ് ആയിട്ട് ആരോപിക്കുന്നത് എങ്കിൽ, മാൻ ഓർ റിലേറ്റീവ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആരോപിക്കുന്നുണ്ടെങ്കിൽ, അതായത് കോടതിയുടെ അനുമാനം ഇതാണ്, ഇവിടെ ഡൗറി ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ക്രൂവൽറ്റി ഇവിടെ നടന്നിട്ടുണ്ട്, ഡൗറി ഡെത്ത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മറിച്ച് പ്രൂവ് ചെയ്യുന്നത് വരെ ഇവർ തെളിയിക്കണം, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ ഇതെന്തായിരിക്കും, ഈ ചാർജ് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിലനിൽക്കും. അതാണ് ഡൗറി ഡെത്ത്. ഈ ഡൗറി ഡെത്തിന് കാരണക്കാരായവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 7 കുറയാത്തതും. എന്നാൽ അത് എവിടെ വരെ പോകാം? ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. അത് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടതുപോലെ എത്രയാണ്, നമ്മൾ ഇറക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 കുറയാത്തതൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ 7 കുറയാത്തതും ലൈഫ്. ഇവിടെ റിമൈൻഡർ മൊത്തം ജയിലിൽ ചെന്ന് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല.
സെക്ഷൻ 80 ഡൗറി ഡെത്ത് പറയുന്നത്. ഡൗറി ഡെത്തിന്റെ പ്രത്യേകത ആദ്യത്തെ 7 വർഷത്തിനകത്ത് വെച്ച് തീപ്പൊള്ളലേറ്റോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടായിട്ടോ അസ്വാഭാവികമായിട്ട് ആയിരിക്കണം, അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസിലായിരിക്കണം മരിക്കേണ്ടത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ക്രുവൽറ്റി ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഡൗറി റിലേറ്റഡ് ക്രുവൽറ്റി ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇതേ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള വുമൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അടുത്ത ഒഫൻസ് പറയുന്നത് സെക്ഷൻ 81 ആണ്. 81 പറയുന്നതെന്ന് പറഞ്ഞാൽ കൊഹാബിറ്റേഷൻ, സെക്ഷൽ ഇന്റർകോഴ്സ് ആണ്. കൊഹാബിറ്റേഷൻ കോസ്ഡ് ബൈ മാൻ ഡിസീറ്റ്ഫുള്ളി ഇൻഡ്യൂസിങ് എന്താണ് ബിലീഫ് ഓഫ് ലവ്ഫുൾ മാരേജ്. അതായത് തൊട്ട് മുമ്പേ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു, വിവാഹ വാഗ്ദാനം നൽകി സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടത് നമ്മൾ കണ്ടായിരുന്നു. ഇതല്ല, ചുമ്മാ കൊണ്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുവച്ച് അങ്ങ് താലി കെട്ട് അമ്പലത്തിൽ എവിടെയെങ്കിലും വെച്ച് ഒരു വിവാഹം നടന്നതായിട്ട് ഇവരെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കും, വിശ്വസിപ്പിക്കും. അപ്പൊ ലേഡി എന്ത് വിചാരിക്കും? ഓക്കെ, ഇത് ലവ്ഫുൾ ആയിട്ടുള്ള മാരേജ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവര് സെക്ഷൽ ഇന്റർകോഴ്സിൽ പക്ഷെ പിന്നെ യഥാർത്ഥത്തിൽ ആ മാരേജ് അല്ല, അത് ഇൻവാലിഡ് ആയ ഒരു മാരേജ് ആയിരിക്കും. ഓൾറെഡി ഇയാൾക്ക് വേറെ വൈഫും കുട്ടികളും ഒക്കെ കാണാം. അപ്പൊ ഇയാളുടെ ഉദ്ദേശം ഡിസീറ്റ്ഫുൾ മീൻസിൽ ഹാബിറ്റേഷൻ നടത്തുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാല് 10 വർഷം വരെയും ഫൈനും കിട്ടാവുന്നതാണ്. അപ്പൊ ഡിസീറ്റ്ഫുൾ മീൻസിൽ ആ സ്ത്രീയെ ഇപ്പൊ നടന്നത് ലോഫുൾ ആയിട്ടുള്ള മാരേജ് ആണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊഹാബിറ്റേഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ എത്ര വരെ പോകാം? 10 പ്ലസ് ഫൈനും കിട്ടാവുന്നതാണ്. അടുത്തയാണ് ബൈഗമി. ബൈഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഒരു ഹസ്ബൻഡ് മാരിയിങ് അഗെയിൻ ഡ്യൂറിങ് ലൈഫ് ടൈം ഓഫ് ഹസ്ബൻഡ് ഓർ വൈഫ്. ഇത് രണ്ടുപേർക്കും റിലേറ്റഡ് ആണ്, മാരേജ് റിലേറ്റഡ് ആയിട്ട് പറയുന്ന ഒഫൻസ് ആണ്. അപ്പൊ ഇത് രണ്ടുപേർക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഹസ്ബൻഡും വൈഫും. ഓക്കെ, അപ്പം ഓൾറെഡി ഈ പറയുന്ന ഹസ്ബൻഡിന് നിലവിൽ ഒരു വൈഫ് ഉണ്ട്, എന്നിട്ട് ഇയാൾ പോയി രണ്ടാമത് വിവാഹം കഴിക്കുകയോ അതല്ലെങ്കിൽ ഈ സ്ത്രീ പോയി രണ്ടാമത് വിവാഹം കഴിക്കുകയോ ചെയ്താൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ജീവനോടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ മാരേജ്, രണ്ടാമത് നടക്കുന്ന മാരേജ് എപ്പോഴും വോയിഡ് ആയിരിക്കും. അപ്പോ ഇവിടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ആർക്കാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്? ഹസ്ബൻഡ് ജീവനോടെ ഇരിക്കുമ്പോൾ വൈഫ് പോയി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും കേസ് കൊടുക്കുന്നത്? ഹസ്ബൻഡ് ആയിരിക്കും കേസ് കൊടുക്കുന്നത്, ആ ലേഡിക്കായിരിക്കും. ഇനി ലേഡി എന്ന് പറയുന്നതിനെ നിർത്തിക്കൊണ്ട് ഇങ്ങേര് പോയി വേറെ കെട്ടിയാലോ, ഇവർ കൊണ്ടുപോയി കേസ് കൊടുക്കുക. അപ്പൊ ആർക്കായിരിക്കും ശിക്ഷ കിട്ടുന്നത്? ഈ ഹസ്ബൻഡിനായിരിക്കും. സോ ഇവിടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഈ കുറ്റം ചെയ്ത വ്യക്തിക്കാണ് 7 years ആണ്. അത് മാത്രമല്ല ഫൈനും കിട്ടുന്നതാണ്, പിഴയും കൊടുക്കേണ്ടി വരും. ഫൈനൊക്കെ എത്രയാണെന്ന് കോടതി പറയും. ഹസ്ബൻഡ് ഓർ വൈഫ് ആണ് ഇപ്പം മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസ്. എന്നാൽ ഒരു വിവാഹം ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള വിവാഹം ഡിവോഴ്സായി, കോമ്പറ്റന്റ് കോർട്ട് എന്ത് പറഞ്ഞു, വിധി പറഞ്ഞു കഴിഞ്ഞു, പിരിച്ചു കളഞ്ഞു എന്ന് പറയാൻ പാടില്ല, നിയമം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പിരിക്കില്ല. അപ്പൊ ഡിവോഴ്സ് നടന്ന ഒരു കേസിനകത്ത് കോടതി ഡിക്ലെയർഡ് അങ്ങനെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ആ മാരേജ് എന്ന് പറയുന്നത് നിലവിലൊരു മാരേജ് കോടതി അത് ഓക്കെ അസാധുവാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാരേജ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ഫോർമർ ഹസ്ബൻഡ് ഓർ വൈഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെ, അതായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അവർ സെക്കൻഡ് മാരേജിൽ ഏർപ്പെടുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവനെക്കുറിച്ചോ ഇവളെക്കുറിച്ചോ രണ്ടുപേർക്കും ഒരു ധാരണയുമില്ല. ഇങ്ങേരെവിടെ പോയി കിടക്കുവാണെന്ന് ആ സ്ത്രീക്ക് അറിഞ്ഞൂടാ. ഇനി അതല്ലെങ്കിൽ ഈ ലേഡി എവിടെ. അപ്പൊ ഒരു പ്രിസംഷനാണ്. ഈ 7 yearsനകത്ത് ഇയാളെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ആള് മരിച്ചു പോയി എന്നൊരു പ്രിസംഷനാണ്. ഇല്ലെങ്കിൽ ആള് ജീവനോടെ ഉണ്ടെന്ന് നമ്മൾ തെളിയിക്കണം. സോ ആ കേസുകളിലൊക്കെ സെക്കൻഡ് മാരേജ് വന്നു കഴിഞ്ഞാൽ അത് ഒഫൻസ് അല്ല. ഈ പറയുന്ന വ്യക്തികളെ കുറിച്ച് ഈ ഒരു പറഞ്ഞ സമയത്തിനകത്ത് വെച്ച് ഇപ്പൊ നമ്മളൊരു 7 വർഷം പറഞ്ഞാൽ ഇതിനകത്ത് വെച്ചാൽ നമ്മൾ ഇവരെ കുറിച്ച് യാതൊരു അറിവും നമുക്കില്ല. ഇനി അത് ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ സബ്സീക്വന്റ് മാരേജിൽ പോകുന്നതിന് മുമ്പ് മാരേജ് ഷാൽ ബിഫോർ സച്ച് മാരേജ്, ഈ വിവാഹം രണ്ടാമത് ഈ പറയുന്ന ഒരു വിവാഹം നടക്കുന്നതിന് മുമ്പ് ഇൻഫോം ദ പേഴ്സൺ വിത്ത് ഹൂം സച്ച് മാരേജ് ഈസ് കോൺട്രാക്റ്റഡ് ഓഫ് ദ റിയൽ സ്റ്റേറ്റ് ഓഫ് ഫാക്ട്. അതല്ലെങ്കിൽ ഇനി രണ്ടാമത് നടക്കുന്ന വിവാഹം, ആ രണ്ടാമത് വിവാഹം കഴിക്കുന്ന സമയത്ത് അവരോട് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ആ കാര്യം, ഇങ്ങനെ ഞാൻ ആദ്യത്തെ മാരേജ് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, ആളെക്കുറിച്ച് ഇത്ര 7 വർഷമായിട്ടൊന്നും ഒരു അറിവുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺസെന്റോടുകൂടി നോളജോട് കൂടിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഒഫൻസ് അല്ല. ഓക്കെ, ഇനി
ഇതേ പറയുന്ന ഇപ്പൊ ആദ്യത്തെ വിവാഹം മറച്ചു വെച്ചുകൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന സ്ത്രീക്കും കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. ഇനി രണ്ടാമത് വിവാഹം കഴിക്കുന്ന സ്ത്രീ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇതിന് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു ഒഫൻസ് ആയിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. ഇവിടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് 10 വർഷം വരെയോ ഫൈനോ പോകാവുന്നതാണ്. ഓക്കെ, ആദ്യ വിവാഹം മറച്ചു വെച്ചുകൊണ്ട് രണ്ടാമത്തെ വിവാഹത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് 10 വർഷം വരെയും പ്ലസ് ഫൈനും പോകുന്നത്. ഇതില് നമ്മൾ ഇന്നിപ്പോ കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവിഷൻസാ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രനെ അതിനകത്ത് നമ്മൾ ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ ഒഫൻസുകൾ കണ്ടു. ആ സെക്ഷൽ ഒഫൻസിന് ശേഷം വുമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളും ഈ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ കണ്ടത് ഡൗറി ഡെത്താണ്. ആഫ്റ്റർ ദാറ്റ് ഈ ഡൗറി ഡെത്തിന് ശേഷം ഡൗറി ഡെത്ത് എന്ന് ഓർത്തിരിക്കേണ്ട പ്രൊവിഷൻസ് ആണ്. ആ ഡൗറി ഡെത്തിന് ശേഷം നമ്മൾ കണ്ടത് ഡിസീറ്റ്ഫുൾ, അതായത് എന്താണ് കള്ളക്കല്യാണം കഴിച്ച്, അതായത് ഈ വിവാഹം വാലിഡ് ആയ വിവാഹമാണ് എന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് എന്താണ് ഈ കൊഹാബിറ്റേഷനിൽ ഏർപ്പെടുന്ന ഒരു കേസ്, അത് മാരേജ് ആണല്ലോ. അടുത്തയാണ് എന്താണ് ഈ ഹസ്ബൻഡ് ഓർ വൈഫ് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് രണ്ടാമത് പോയി വേറെ വിവാഹം കഴിക്കുന്നത്. അപ്പൊ ഇത്രയും കേസുകളാണ്. അപ്പം വുമൻസിനും ചിൽഡ്രൻസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മൾക്കുണ്ട് 99 വരെ പ്രൊവിഷൻസ് ആണ്. സോ നമുക്ക് ആ ഏരിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.